ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രം. കൊൽക്കത്ത സിയാൽദ കോടതിയാണ് വിധി നിശ്ചയിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് CBIയുടെ വാദത്തെ കോടതി തള്ളുകയായിരുന്നു. അതേസമയം ശിക്ഷാവിധിയിൽ നിരാശയുണ്ടാക്കുന്നതാണെന്നും അന്വേഷണത്തിൽ CBIയും കൊൽക്കത്ത പോലീസും പരാജയപ്പെട്ടുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിനു പിന്നാലെ പശ്ചിമബംഗാൾ സർക്കാരിനും CBIക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജീവപര്യന്തവും 50,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായുള്ള കേസല്ലെന്ന് പറഞ്ഞ കോടതി പ്രതി ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണമെന്നും ഉത്തരവിട്ടു. മാത്രമല്ല, പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. പശ്ചിമബംഗാൾ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കുടുംബം നഷ്ടപരിഹാരം നിഷേധിക്കുകയും തങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല നീതിയാണ് വേണ്ടതെന്നും പ്രതികരിച്ചു. കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ CBIയും സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടെന്ന ആക്ഷേപം ശക്തമാണ്. കേസിൽ ഒരാൾ മാത്രമല്ല പ്രതിയെന്നും ശിക്ഷാവിധി നിരാശയുണ്ടാക്കുന്നതാണെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. ഷാരോൺ വധക്കേസിൽ പെൺകുട്ടിയായ പ്രതിക്ക് വധശിക്ഷ വിധിച്ച സമയത്താണ് കൊൽക്കത്തയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിലെ വീഴ്ച ബൃന്ദ ചൂണ്ടിക്കാണിച്ചു. I think it's a very strange and unsatisfactory judgment to how a man in a public place like a hospital, an open restroom, can rape and murder a doctor without anybody else knowing about it. Now, the CBI's investigation, unfortunately and regrettably, and I could say condemnably, accepted the logic of the state government that this was an individual only, and therefore the investigation itself is flawed. So undoubtedly the judgment itself will be flawed. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് PG ട്രെയിനി ഡോക്ടർ ഡ്യൂട്ടിയിലിരിക്കെ കൊല ചെയ്യപ്പെട്ടത്. കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെയുള്ളവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടായിട്ടും മമതാ സർക്കാരും പോലീസും അവരെ സംരക്ഷിച്ചു. എന്നാൽ ജീവപര്യന്തം വിധിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച മമതാ ബാനർജി പോലീസ് അന്വേഷണത്തെ പ്രശംസിക്കുകയും CBI അന്വേഷണത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. തുടക്കത്തിൽ കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ കൊൽക്കത്ത പോലീസിലെ ഉന്നതർ ഉൾപ്പെടെ ശ്രമിച്ചെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കേസ് CBIക്ക് കൈമാറിയത്. എന്നാൽ CBI അന്വേഷണത്തിലും കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.